കേരളം രാമകേരളമാണ്. ഞാനിത് പറയുമ്പോൾ കേരളത്തിലെ ഓരോ തരി മണ്ണും രാമായണ കഥയുമായി വളരെയേറെ അഭേദ്യമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. ഒരുപക്ഷെ ചരിത്രകാരന്മാരോ പണ്ഡിതന്മാരോ ഈ കാര്യത്തിൽ വളരെ ഗഹനമായ ഈ ഒരു വിഷയം പഠനവിധേയമാക്കിയിട്ടുണ്ടോ എന്നെനിക്ക് സംശയമാണ്. കാരണം കേരളത്തിൻ്റെ സ്ഥലനാമങ്ങൾ തന്നെ ഒന്ന് പരിശോധിക്കാം. കേരളത്തിൽ എത്രയോ സ്ഥലങ്ങൾ രാമനുമായി, ലക്ഷ്മണനുമായി, സീതയുമായി ഒക്കെ ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. സ്ഥലനാമ പഠനം നടത്തിയിട്ടുള്ള പലരുമായി ഞാൻ സംസാരിച്ചപ്പോൾ അവർ പറയുന്നത് രാമായണ കഥയുമായി ബന്ധപ്പെട്ട സ്ഥലനാമങ്ങൾ കേരളത്തിൽ വളരെയേറെ ഉണ്ട്. രാമപുരം, രാമേശ്വരം, രാമക്കൽമേട്, രാമനാട്ട് കുളങ്ങര, അങ്ങനെ പോവുകയാണ്. അതുപോലെ തന്നെ സീതത്തോട്, സീതമുടി, സീതക്കുഴി, സീതപ്പേട്, ഇങ്ങനെ എത്രയാ സീതയുമായിട്ട് ബന്ധപ്പെട്ടത്. അപ്പോൾ രാമായണ കഥയുമായി ബന്ധപ്പെട്ട സ്ഥലനാമങ്ങൾ കേരളത്തിൽ വളരെയേറെ ഉണ്ട് എന്ന് പറയുന്നത് അത് വളരെ യാദൃച്ഛികമായി സംഭവിച്ചതാണ് എന്ന് ആർക്കും പറയാനാവില്ല. അതിനെന്തോ കാരണമുണ്ടാകണം. ഇതോടൊപ്പം തന്നെ ആ സ്ഥലങ്ങൾക്കെല്ലാം രാമായണ കഥയെ എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ഇന്ന് കേരളത്തിലെ പല ഗ്രാമങ്ങളിൽ ചെല്ലുമ്പോൾ അവിടെയുള്ള ജനങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇത് ഒരു കുളം ചൂണ്ടിക്കാണിച്ചിട്ട് പറയാം, അത് രാമൻ കുളിച്ച കുളമാണ്, സീത വന്ന വഴിയാണിത്. ഇത് കേരളത്തിൽ ഒരിടത്ത് മാത്രമല്ല പലയിടത്തും പറയുന്നുണ്ട്. പല ജില്ലകളിൽ ചെല്ലുമ്പോൾ ഒരു കുന്ന് ചൂണ്ടിക്കാണിച്ചത് രാമായണ കുന്നാണ്, രാമൻ അസ്ത്രമായി വെച്ച ധനുസ് വെച്ച പുരമാണിത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അതൊക്കെ നിസ്സാരമായിട്ട് നമുക്ക് തള്ളിക്കളയാനാവില്ല. ഇതോടൊപ്പം തന്നെയാണ് രാമായണവുമായി ബന്ധപ്പെട്ട കഥാഭാഗങ്ങളുമായി ബന്ധപ്പെട്ട ഇടങ്ങൾ. അതായത് ഇപ്പോൾ വയനാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ എത്രയോ സ്ഥലങ്ങളാണ് രാമായണ കഥയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത്. വാൽമീകി ആശ്രമമുണ്ട്, അവിടെ സീതാദേവിക്ക് ക്ഷേത്രം, ലവകുശ സ്ഥാനങ്ങൾ, ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അവിടെ കർക്കിടക മാസത്തിൽ തന്നെ ഈ സ്ഥലങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള യാത്ര നടക്കാറുണ്ട്. ഞാൻ ഒരിക്കൽ അതിൽ പങ്കെടുക്കുകയുണ്ടായി. ഓരോ ഗ്രാമങ്ങളിലും ഓരോ സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ അവിടുത്തെ ജനവിഭാഗങ്ങൾ അവർ എത്ര സന്തോഷത്തോടു കൂടിയാണ് രാമായണ കഥകൾ പറയുന്നത്. രാമായണം ഒരു മാസം വായിക്കുന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ സാമൂഹ്യ ജീവിതവുമായി ഇഴചേർന്ന് കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാ ക്ഷേത്രങ്ങളിലും രാമായണം കർക്കിടക മാസത്തിൽ വായിക്കാറുണ്ട്, വീടുകളിൽ വായിക്കാറുണ്ട്. രാമായണത്തെക്കുറിച്ചുള്ള കഥാപ്രവചനങ്ങൾ നടക്കുന്നത് കേൾക്കാറുണ്ട്. രാമനാമമാണ് കേരളത്തിൻ്റെ പല സ്ഥലങ്ങളിലും ഉയർന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് മറ്റേത് സംസ്ഥാനത്തുണ്ട്? മറ്റൊരു സംസ്ഥാനത്തും രാമായണത്തിന് വേണ്ടി ഒരു മാസം അങ്ങനെ നീക്കി വെച്ചിട്ടില്ല. ഈ രാമായണ പാരായണം വീടുകളിൽ നടക്കുന്നത് കൊണ്ട് തന്നെ പല ഇടങ്ങളിൽ ചെല്ലുമ്പോൾ രാമായണ കഥ പറയാൻ അവിടുത്തെ വീട്ടിലെ അംഗങ്ങൾ എല്ലാവരും ശ്രമിക്കാറുണ്ട്. ഓരോ ക്ഷേത്രങ്ങളിൽ ഇപ്പോൾ വീടുകളിൽ അത് ഒരുപക്ഷെ കുറഞ്ഞിട്ടുണ്ടാകും, കാരണം വീട്ടിലെ എണ്ണം വളരെ കുറഞ്ഞു പോയി. ഇപ്പോൾ എല്ലാം ഒരു ചെറിയ അണുകുടുംബങ്ങളായി വന്നതുകൊണ്ട് ഒരുപക്ഷെ നടക്കുന്നില്ലായിരിക്കാം. പക്ഷേ എല്ലാ ക്ഷേത്രങ്ങളിലും സംബന്ധമായിട്ടുണ്ട്. പണ്ട് കാണാതിരുന്നൊരു കാര്യമാണ് ക്ഷേത്രങ്ങളിൽ ഈ രാമായണ പാരായണം നടക്കുക. അത് ഏത് ക്ഷേത്രമായിക്കോട്ടെ, ശിവക്ഷേത്രമായിക്കോട്ടെ, ദേവീക്ഷേത്രമായിക്കോട്ടെ, ഏത് ക്ഷേത്രമായിക്കോട്ടെ, അവിടെയെല്ലാം ഈ രാമായണ പാരായണം നടക്കാറുണ്ട്, പ്രവചനങ്ങൾ നടക്കാറുണ്ട്. അതുപോലെ തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്ന ഏറ്റവും വലിയ പ്രത്യേകത നാലമ്പലം. അടുത്ത കാലത്ത് പ്രധാനമന്ത്രി തന്നെ അയോധ്യയിൽ വെച്ച് പ്രസംഗിച്ച വേളയിൽ പറഞ്ഞു, ഇങ്ങേ ഭാരതത്തിൻ്റെ തെക്കേ അറ്റത്ത് കേരളത്തിൽ അവിടെ നാലമ്പല യാത്ര നടക്കാറുണ്ട്. രാമൻ, ഭരതൻ, ലക്ഷ്മണൻ, ശത്രുഘ്നൻ, ഇവരുടെയൊക്കെ ക്ഷേത്രങ്ങൾ. ഈ ഭരതന് ക്ഷേത്രം കേരളത്തിന് പുറത്ത് എത്ര സ്ഥലത്തുണ്ട്? അത് ഇപ്പോൾ ഇരിഞ്ഞാലക്കുട ക്ഷേത്രം ഏറ്റവും കേരളത്തിലെ കുടൽമാണിക്യം ക്ഷേത്രം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അതോടൊപ്പം തന്നെ ലക്ഷ്മണ ക്ഷേത്രം, മൂഴിക്കുളവും അതുപോലെ മുളക്കുളവും ഒക്കെയുള്ള ലക്ഷ്മണ ക്ഷേത്രങ്ങൾ. ഇതുപോലെ തന്നെ രാമനും ലക്ഷ്മണനും ആയിട്ടുള്ള ക്ഷേത്രം പുതുപ്പള്ളി രാമലക്ഷ്മണ ക്ഷേത്രം. ഈ കോട്ടയം ജില്ലയിലും തൃശ്ശൂർ ജില്ലയിലും അതുപോലെ കണ്ണൂരും ജില്ലകളിൽ നാലമ്പല യാത്ര കർക്കിടക മാസത്തിൽ ലക്ഷക്കണക്കിന് ആളുകളാണ് പോകുന്നത്. ഈ യാത്രയിൽ പങ്കെടുക്കുന്നത്
ഞാൻ 2-3 ദിവസങ്ങൾക്ക് മുമ്പ് മധ്യപ്രദേശ് മുഖ്യമന്ത്രി കേരളത്തിൽ ഇങ്ങനെ ഒരു നാലമ്പല യാത്ര നടക്കുന്നതായിട്ട് കേട്ടു, എനിക്കൊന്ന് പോകണം എന്ന് പറഞ്ഞ് അദ്ദേഹം വരികയുണ്ടായി. ശിവരാജ് ചൗഹാൻ അദ്ദേഹം ഈ നാലമ്പലത്തിൽ പോയ കാര്യം ഞാൻ രണ്ട് ദിവസങ്ങൾക്ക് മുമ്പാണ്. അപ്പോൾ വടക്കേ ഇന്ത്യയിലുള്ള ആളുകൾ ഇത് അറിഞ്ഞ് ഇവിടെ വരുന്നു, കാരണം അവിടെ ഒന്നും കാണാത്തൊരു കാര്യമാണ്. അതെങ്ങനെ സംഭവിച്ചു? ഇനി നമുക്ക് കലയുടെ കാര്യം എടുക്കാം. പല കലകളും നോക്കുമ്പോൾ കലയുടെ ആദ്യ കാലത്തിൽ എങ്ങനെയാണ് കല പരിണാമത്തിലൂടെ പല ഇന്ന് കാണുന്നത്. നമ്മളിപ്പോൾ കഥകളി തന്നെ എടുക്കാം. കഥകളി രാമനാട്ടത്തിലൂടെയാണ് വരുന്നത്. അതുപോലെ പല കലകളും ഇതുപോലെ തന്നെ സാഹിത്യ സൃഷ്ടി. രാമകഥാപ്പാട്ടാണ് ആദ്യം ഉണ്ടാകുന്നത്. രാമകഥാപ്പാട്ട്, രാമായണം, ചമ്പു, അതുപോലെ തന്നെ കണ്ണശ രാമായണം, എഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണം, ഇങ്ങനെ എത്ര രാമായണവും രാമകഥകളും നമ്മുടെ നാട്ടിൽ പ്രചരിച്ചിട്ടുണ്ട്. പല സാഹിത്യ സൃഷ്ടികളും കലാസൃഷ്ടികളും എങ്ങനെ ഉണ്ടായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊക്കെ രാമായണത്തിലൂടെയാണെന്ന് കാണാൻ സാധിക്കും. ആദിവാസി സഹോദരങ്ങൾ, അതുപോലെ തന്നെ ഗോത്ര വിഭാഗത്തിൽപ്പെട്ടവരെല്ലാം ചൊല്ലുന്ന അവരുടെ നാടൻ പാട്ടുകൾ, ആ പാട്ടുകളെല്ലാം പരിശോധിച്ചാൽ രാമായണ കഥയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അവരുടെ പേരുകൾ, പലരുടെയും പേരുകൾ, ചീത, ചാമൻ എന്നൊക്കെയുള്ള പേരുകൾ എല്ലാം രാമായണത്തിലെ ഭാഗങ്ങളാണ്. അപ്പോൾ ഇവിടുത്തെ എല്ലാ വിഭാഗം ജനങ്ങളിലേക്കും കടന്നിറങ്ങി ചെന്നിട്ടുള്ള അതാണ് ഈ രാമായണം, ഈ രാമകഥകൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ രാമൻ കേരളത്തിലൂടെ യാത്ര ചെയ്തിട്ടുണ്ട്. ത്രേതായുഗ കാലത്ത് രാമൻ കേരളത്തിലൂടെ യാത്ര ചെയ്തിട്ടുണ്ട് എന്ന് കേരളത്തിൽ പണ്ടുകാലം മുതലേ പറയുന്നൊരു കാര്യമാണ്. എൻ്റെ അഭിപ്രായത്തിൽ അതേക്കുറിച്ചുള്ള ഒരു ഗവേഷണം നടക്കേണ്ടതാണ്. രാമൻ പോയ വഴി കണ്ടെത്താൻ യാതൊരു പ്രയാസവുമില്ല. നമ്മുടെ കൃതികൾ തന്നെ എടുത്ത് വെച്ച് വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ കഴിയും. ഇപ്പോൾ അധ്യാത്മരാമായണത്തിൽ വാസ്തവത്തിൽ എഴുത്തച്ഛൻ ദൃഢമായി വിശ്വസിച്ചിരിക്കുന്നത് കേരളത്തിൽ രാമൻ യാത്ര ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ്. അത് അദ്ദേഹത്തിൻ്റെ ഉപാസനയിലൂടെ, അദ്ദേഹത്തിൻ്റെ സാധനയിലൂടെ, ആ ഭക്തി, അദ്ദേഹത്തിൻ്റെ പാരവശ്യത്തിലൂടെ, ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ആ ദിവ്യ ദൃഷ്ടിയിലൂടെ ഒരു സിദ്ധപുരുഷനായതുകൊണ്ട് അദ്ദേഹത്തിനത് ബോധ്യപ്പെട്ടിട്ടുണ്ടാവും. പമ്പാ സരസ്ഥലം ചേതോ മനോഹരം. പമ്പാ സരസ്ഥലത്തെക്കുറിച്ച് എത്രയോ സ്ഥലങ്ങളിലാണ് പറയുന്നത്. അപ്പോൾ പമ്പയുടെ തീരപ്രദേശത്ത് രാമായണ കഥകൾ അന്തി ഉറങ്ങും. രാമായണ കഥകളുടെ കളിത്തൊട്ടിലാണ് വാസ്തവത്തിൽ പമ്പാ തീരം. അതുകൊണ്ട് തന്നെയാണ് പമ്പയിൽ നമ്മൾ ശബരിമലയ്ക്ക് പോകുമ്പോൾ പമ്പയിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ രാമപാദമുണ്ട്, അവിടെ രാമന് ക്ഷേത്രമുണ്ട്, ഹനുമാന് ക്ഷേത്രമുണ്ട്. അങ്ങനെ നമ്മൾ അതെല്ലാം ദർശനം നടത്തിയിട്ട് മുകളിലോട്ട് കയറുമ്പോഴാണ് ശബരിപീഠം, ശബരിയാശ്രമം നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ വാസ്തവത്തിൽ അതൊരു രാമായണ കഥയിലെ ഏറ്റവും വലിയ വഴിത്തിരിവുണ്ടാക്കിയ 2 പ്രധാനപ്പെട്ട സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുള്ളത് കേരളത്തിലാണ്. ആ 2 സംഭവങ്ങളിൽ ഒന്ന് ഈ രാമൻ ശബരിയെ കാണുന്ന ഭാഗമാണ്. അത് ശബരിപീഠം, ശബരിമല തന്നെ. എത്രയോ കോടിക്കണക്കിന് അയ്യപ്പ ഭക്തന്മാർ ശബരിമലയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ശബരിമല അറിയപ്പെടുന്നത് പോലും ശബരിയുടെ പേരിലൂടെയാണ്. കാരണം അവിടെ അയ്യപ്പൻ ഒരു ശാസ്താ ക്ഷേത്രത്തിന് കണ്ടെത്തി അവിടെ വിലയം പ്രാപിച്ചു എന്ന് പറയുന്നത് അത് ഒരു ശബരിയുടെ തപസ്സുകൊണ്ട് ധന്യമായ മണ്ണിലായിരിക്കണം എന്നുള്ള നിർബന്ധം കൊണ്ടാണ്. അപ്പോൾ ത്രേതായുഗ കാലത്ത് ശബരി തപസ് ചെയ്ത ആ ഒരു മണ്ണിൽ തന്നെ വിലയം പ്രാപിക്കണം എന്ന് അയ്യപ്പന് തോന്നാൻ കാരണം അതിൻ്റെ മഹത്വം കൊണ്ടാണ്, അതിൻ്റെ ചൈതന്യവത്തായ മണ്ണായതുകൊണ്ടാണ്. നിസ്തുലമായ, നിസ്തന്ത്രമായ, ആത്മാർത്ഥമായ, സത്യസന്ധമായ ഭക്തി എന്ന് പറയുന്നത് ശബരിയുടേതാണ്. ആ ശബരി ആണ് രാമന് വഴി പറഞ്ഞു കൊടുക്കുകയാണ്. സീതാന്വേഷണവുമായി ബന്ധപ്പെട്ട് വനത്തിലൂടെ യാത്ര ചെയ്ത് ശബരിപീഠത്തിൽ വരുമ്പോൾ, ശബരിയാശ്രമത്തിൽ വരുമ്പോൾ ശബരി തന്നെയാണ് വഴി പറഞ്ഞു കൊടുക്കുന്നത്, അടുത്ത മാർഗം ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്നത്. ആ വാനരപ്പടയുമായി ഹനുമാൻ, സുഗ്രീവൻ തുടങ്ങിയവരുമായി സഖ്യത്തിൽ ഏർപ്പെട്ട് അവരുടെ സഹായത്തോടു കൂടി മുന്നോട്ടേക്ക് പോകൂ, സീതയെ കണ്ടെത്താൻ സാധിക്കും എന്ന വഴി പറഞ്ഞു കൊടുക്കുകയാണ്. അതൊരു വഴിത്തിരിവാണ്, രാമായണ കഥയിലെ വഴിത്തിരിവാണ്. വാസ്തവത്തിൽ അത് രാമൻ ശബരിയെ കണ്ടില്ലായിരുന്നുവെങ്കിൽ, ശബരിയെ കാണാൻ കഴിഞ്ഞിരുന്നില്ലായിരുന്നുവെങ്കിൽ രാമൻ എങ്ങോട്ടേക്ക് പോകുമായിരുന്നു? കഥയുടെ ഗതി എന്താകുമായിരുന്നു? മറ്റൊന്നാകുമായിരുന്നു, മറ്റു രീതിയിലേക്ക് ഒരു പക്ഷേ പോകുമായിരുന്നു. ഇതുപോലെ തന്നെ രാമായണത്തിലെ ഏറ്റവും വളരെ വഴിത്തിരിവുണ്ടാക്കിയ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവത്തിന് സാക്ഷ്യം വഹിച്ചിട്ടുള്ളത് അത് അങ്ങ് ജടായുപ്പാറയിലാണ്.
ജടായുപ്പാറ ഏതാണ്ട് 78 ഏക്കറോളം വരുന്ന ചടയമംഗലം എന്ന് പറയുന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുകയാണ്. ചടയമംഗലത്തിൻ്റെ പേര് തന്നെ ജടായുമംഗലമായിരുന്നു എന്ന് വിശ്വസിക്കുന്നുണ്ട്. അവിടെ ഒരു ശിവക്ഷേത്രമുണ്ട്, അയ്യപ്പ ക്ഷേത്രം അതിൻ്റെ തൊട്ടടുത്ത് തന്നെയുണ്ട്, കുഞ്ഞയ്യപ്പൻ ക്ഷേത്രം എന്നാണ് അതിന് പറയുന്നത് തന്നെ. അത് പല കാരണങ്ങൾ കൊണ്ട് അതിനൊക്കെ അങ്ങനെ പേര് കിട്ടിയിട്ടുണ്ടെന്നുള്ളതൊക്കെ ഉണ്ട്. പക്ഷേ ചടയമംഗലത്തിനടുത്ത് നിൽക്കുന്ന ഏറ്റവും ഭീമാകാരമായ അമ്പരചുംബിയായി നിൽക്കുന്ന 1000 അടി പൊക്കമുള്ള 78 ഏക്കറോളം വരുന്ന ആ ഒരു ജടായു പാറ ഇന്ന് ലോകത്തോട് വിളിച്ചു പറയുന്ന ചില സന്ദേശങ്ങളുണ്ട്. കാരണം ജടായു മരിച്ചത് ഒരു സ്ത്രീയെ രക്ഷിക്കാനാണ്. രാവണൻ്റെ കയ്യിൽ നിന്നും രാവണൻ അപഹരിച്ചു കൊണ്ടുപോകുന്നത് കണ്ട ജടായു രാവണൻ്റെ മുന്നിലേക്ക് കടന്നു ചെന്ന് നിൽക്കവിടെ എന്ന് പറഞ്ഞ് സീതയെ രക്ഷിക്കാൻ വേണ്ടി തൻ്റെ കൊക്കും നഖവും ഉപയോഗിച്ച് ധീരോദാത്തമായ പോരാട്ടം നടന്നു. അങ്ങനെ അവശനിലയിലായി കിടന്ന രാവണൻ ചന്ദ്രഹാസം എന്ന് പറയുന്ന വാളെടുത്ത് അവസാനം ജീവരക്ഷയ്ക്ക് വേണ്ടി വെട്ടുകയാണ്. അങ്ങനെയാണ് ഒരു ചിറക് നഷ്ടപ്പെട്ട് വന്ന് നിലംപതിച്ച സ്ഥലമാണ് ജടായുപ്പാറ എന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് ജടായുപ്പാറ ഇന്നതുകൊണ്ടാണ് വാസ്തവത്തിൽ ആ പാറ ഒന്നാകെ തന്നെ പൊട്ടിച്ച് നീക്കാൻ 1970 ഉത്തരവിട്ടതാണ് സർക്കാർ. മുഴുവൻ പൊട്ടിച്ച് നീക്കി MC റോഡിൻ്റെ വികസനത്തിന് വേണ്ടി ഉപയോഗിക്കാൻ ടെൻഡർ ചെയ്ത് അതിൻ്റെ കോൺട്രാക്റ്റ് എടുത്ത് കോൺട്രാക്ടർ വാഹനങ്ങളുമായി ആ പാറ പൊട്ടിച്ചു നീക്കാൻ 1970 വന്നതാണ്. പക്ഷേ ജനങ്ങൾ പറഞ്ഞു ഇത് ഞങ്ങളുടെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. രാമായണ കഥയിലെ ഏറ്റവും അതിപ്രധാനമായിട്ടുള്ള ഒരു സംഭവത്തിന് സാക്ഷ്യം വഹിക്കുന്ന ഈ പാറ പൊട്ടിച്ചു നീക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വലിയ പ്രക്ഷോഭ രംഗത്തേക്ക് വന്നതുകൊണ്ടാണ് വാസ്തവത്തിൽ ആ ഒരു വിനാശകരമായ നീക്കത്തിൽ നിന്നും ആ പാറയെ അന്ന് രക്ഷിക്കാൻ കഴിഞ്ഞു. ഏതായിരുന്നാലും ആ സന്ദർഭത്തിലാണ് സ്വാമി സത്യാനന്ദ സരസ്വതി ചെങ്കോട്ടുകോണം ശ്രീരാമദാസ മഠാധിപതി സ്വാമിജി അവിടെ എത്തി. അദ്ദേഹം അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി. അന്നേ വരെ സാമൂഹ്യ വിരുദ്ധന്മാരുടെ കേന്ദ്രമായിരുന്നു എന്ന് ഏവരും സമ്മതിക്കുന്ന വളരെ പവിത്രമായ സംഗീതത്തെ രക്ഷിക്കാൻ സംരക്ഷിക്കാൻ അദ്ദേഹം രംഗത്ത് വന്നു. അവിടെ രാമൻ്റെ ഒരു വലിയ വിഗ്രഹം അദ്ദേഹം 13 അടി പൊക്കമുള്ള രാമൻ്റെ വിഗ്രഹം അവിടെ പ്രതിഷ്ഠിച്ചു. കാരണം അവിടെ രാമപാദമുണ്ട്. രാമൻ ഒറ്റക്കാലിൽ നിന്ന് തപസ്സനുഷ്ഠിച്ചുകൊണ്ടാണ് ആ പ്രദേശം ഇന്ന് ധന്യമായി നിലകൊള്ളുന്നു. അതിൻ്റെ ഒരു മോക്ഷഭൂമിയാണ്. ജടായുവിന് മോക്ഷം കൊടുക്കുകയാണ്. ഒരു ചിറക് നഷ്ടപ്പെട്ട് ചോര വാർന്നൊലിച്ച് കിടക്കുന്ന ജടായുവിനെ കണ്ട രാമൻ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുകയാണ്. വാസ്തവത്തിൽ സീതാപഹരണ കേസിലെ ഏക സാക്ഷിയാണ് ഈ ജടായുവിന് വേണമെങ്കിൽ ആ മരത്തിലിരുന്ന് കാറ്റും കൊണ്ട് പഴവർഗ്ഗങ്ങളൊക്കെ കഴിച്ച് രസിച്ച് അവിടെ വേണമെങ്കിൽ ഇരിക്കാമായിരുന്നു. തനിക്കറിയാം താനൊരു പക്ഷിയാണ്, ഒരായുധവും കയ്യിലില്ല. സർവ്വവിധ ആയുധങ്ങളുമായിട്ട് നിൽക്കുന്ന അതിശക്തമാനായ ആ രാക്ഷസ രാജാവായ രാവണനോട് ഏറ്റുമുട്ടുകയാണ്. ഇത്രയും വലിയൊരു ഒരു സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി സ്വന്തം ജീവൻ ബലി കൊടുത്ത ആ ജടായുവിൻ്റെ ധീര സാഹസിക കൃത്യം നടന്ന ആ സ്ഥലമാണ് ജടായുപ്പാറ. ആ ജടായുവിൻ്റെ വലിയൊരു ശില്പം ഇന്നിപ്പോൾ അവിടെ അതിൻ്റെ പണി പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ കോദണ്ഡരാമൻ്റെ ക്ഷേത്രം ഇന്നിപ്പോൾ അവിടെ ഉണ്ട്. നെടുനാളത്തെ ഒരു വലിയ ഒരു പോരാട്ടത്തിലൂടെയാണ് ഹൈന്ദവ സമൂഹം ആ ഒരു പവിത്രമായ സങ്കേതം സംരക്ഷിച്ചത്. ഇന്ന് അവിടെ രാമൻ്റെ പാദമുണ്ട്, പാദമുദ്രയുണ്ട്. ജടായുവിൻ്റെ കൊക്കുരസി വെള്ളമുണ്ടായി എന്ന് വിശ്വസിക്കുന്ന കൊക്കരണി അവിടെയുണ്ട്. അങ്ങനെ വളരെ തീർത്ഥ കേന്ദ്രമായി കരുതുന്ന അവിടേക്ക് ഇന്ന് 1008 പടവുകൾ പണിതുകൊണ്ടിരിക്കുകയാണ്, കല്ലിൽ പണിതുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് വാസ്തവത്തിൽ ജടായു ഈ സീതാപഹരണം സംബന്ധിച്ചുള്ള വിവരങ്ങൾ രാമന് പറഞ്ഞു കൊടുത്തില്ലായിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ ജടായു അവിടെ ഇല്ലായിരുന്നുവെങ്കിൽ രാമൻ എങ്ങനെ സീത എവിടെ പോയി എന്നറിയുമായിരുന്നു. അപ്പോൾ അതും ഏറ്റവും വഴിത്തിരിവുള്ള ഉണ്ടാക്കിയ രാമായണ കഥയിലെ സുപ്രധാനമായ ഒരു സംഭവമാണ്. അങ്ങനെ നോക്കുമ്പോൾ ഈ 2 സംഭവങ്ങൾ, അതായത് സീതാപഹരണം അതുപോലെ തന്നെ ഈ ശബരിയുമായി ഉള്ള കൂടിക്കാഴ്ച, ഈ 2 സംഭവങ്ങളും
വാസ്തവത്തിൽ നടന്നത് കേരളത്തിലാണ് എന്ന് പറയുമ്പോൾ അത് ശരിയോ തെറ്റോ എന്നുള്ളതിനെക്കുറിച്ചുള്ള സംവാദങ്ങളും വിവാദങ്ങളും ഒരുപക്ഷെ ഉണ്ടാകാം. അത് നടക്കട്ടെ. അത് ശരിയാണോ എന്നുള്ളതിൻ്റെ ചരിത്രരേഖകൾ പരിശോധിച്ചാൽ ഒരുപക്ഷെ അത് അതിന് പറയാൻ വേറെയും ചില കാര്യങ്ങൾ പലർക്കും ഉണ്ടാകാം. രാമായണ കഥയിലെ പല കാര്യങ്ങളും നടന്ന സംഭവങ്ങൾ സംബന്ധിച്ച് ഒരുപക്ഷെ പലതും ഉണ്ടാകാം. പക്ഷെ ജനങ്ങൾ വിശ്വസിക്കുകയാണ്. ഈ കേരളത്തിൽ എന്തുകൊണ്ടാണ് രാമനുമായി ബന്ധപ്പെട്ട കലകളും സാഹിത്യങ്ങളും വിശ്വാസങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ ഉണ്ടായി? ഈ സ്ഥലനാമങ്ങൾ എങ്ങനെ ഉണ്ടായി? അപ്പോൾ ഇതേക്കുറിച്ചൊരു പഠനം നടക്കേണ്ടതാണ്. എന്തായിരുന്നാലും രാമവികാരമുള്ള മണ്ണാണ് ഈ കേരളത്തിൻ്റേത്. കേരളം മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ രാമകേരളമാണ്, യാതൊരു സംശയമില്ല. അത് കേരളത്തിലെ ജനത വാസ്തവത്തിൽ ആ ഒരു മഹത്തായ പൈതൃകത്തെ പുനരുജ്ജീവിപ്പിക്കുവാനുള്ളൊരു വലിയ യജ്ഞത്തിലാണ്. അയോധ്യയിലെ ഈ പ്രതിഷ്ഠയോടുകൂടി കേരളത്തിലെ ജനങ്ങൾ തങ്ങളുടെ പൂർവികമായ ഈ ഒരു വലിയ പൈതൃകത്തെ നെഞ്ചോട് ചേർത്ത് അതിനെ മുഴുവൻ പുനരുജ്ജീവിപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു സംരംഭത്തിൽ പങ്കാളികളാകും എന്നാണ് എൻ്റെ ഉറച്ച വിശ്വാസം.